നമസ്കാരം. PSC ചങ്ക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PYQ സീരീസിന്റെ ഭാഗമായി PSC ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ആവർത്തിക്കാം. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇക്കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത്. ഓപ്ഷൻ എ ഫ്രാൻസ്, ബി റഷ്യ, സി ചൈന, ഡി റോം. ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബൂർബൺ രാജവംശത്തെ പറ്റി കേട്ടിട്ടുണ്ടാകും. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ നോക്കാം. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായ് കൊട്ടാരമാണ്. അക്കാലത്ത് ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് നമ്മൾ പറഞ്ഞ ബൂർബൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരും പ്രഭുക്കന്മാരടങ്ങുന്ന രണ്ടാമത്തെ എസ്റ്റേറ്റും സാധാരണക്കാർ അല്ലെങ്കിൽ കോമൺസ് അടങ്ങുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റും, അങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളിൽ മറ്റൊന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് അടുത്തത് നടന്നതാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ. ഇതോടനുബന്ധിച്ച് ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിച്ചു വരുന്നു. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷമാണ് 1789 തന്നെ. 1789 ഓഗസ്റ്റ് 12. ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടേതായിരുന്നു. ഒന്നുകൂടെ നോക്കാം. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അതിന്റെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റിൽ ജയിൽ ആക്രമണവും. പിന്നീട് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. എല്ലാത്തിന്റെയും വർഷം 1789 തന്നെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20, ബാസ്റ്റിൽ ജയിൽ 1789 ജൂലൈ 14. ജൂലൈ 14 തന്നെ ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിച്ചു വരുന്നു. 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് ദേശീയ അസംബ്ലി പാസാക്കി. ഓപ്ഷനിൽ റഷ്യയും ചൈനയും ഉണ്ട്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട രാജവംശമാണ് മാഞ്ചു രാജവംശം. അതേപോലെ റോമനോഫ് വംശജരായ സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്.